ഈ റോഡിൻ്റെ കുഴിയടക്കിൽ ഇവിടെ തകൃതിയായി പുരോഗമിക്കുകയാണ്. അതായത് റോഡിൽ മണ്ണും അതുപോലെ തന്നെ ഈ മെറ്റലും ഉൾപ്പെടെയുള്ളവ ഇട്ട് അതിന് മുകളിൽ റോഡ് റോളർ അതിലൂടെ ഓടിച്ച് ആ കുഴി അടയ്ക്കാനാണ് താൽക്കാലികമായി. ഇത് ഏത് രീതിക്കുള്ളൊരു മിക്സാണ് എന്ന് മനസ്സിലായില്ല. കാരണം സാധാരണഗതിയിൽ കോൾഡ് മിക്സും ഹോട്ട് മിക്സും ടാറാണ് ഈ കുഴികളിലെല്ലാം തന്നെ ഇടാറുള്ളത്. പക്ഷേ ഇവിടെ നടക്കുന്നത് ചെളിയിടുകയാണ്. ഇത്രയും മഴക്കാലമായ ഈ ഒരു സമയത്ത് ഈ ചെളി വെച്ച് കുഴിയടക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ചോദ്യം. ചേട്ടാ, എങ്ങനെയുണ്ട് കുഴിയടക്കൽ? നല്ല രസമായിട്ട് നടക്കുന്നുണ്ട്. ഞങ്ങളെപ്പോലുള്ള സാധാരണ ബൈക്കിലൊക്കെ പോകുന്ന എന്താ പറയുക, ജോലിക്ക് പോകുന്ന ആൾക്കാരുടെ ജീവൻ കളയാനായിട്ടാണ് ഇമാതിരി കാര്യങ്ങളാണ് തോന്നുന്നത്. ശരിക്കും ഞാൻ എന്താ പറയുക, വണ്ടി നിർത്തിയിട്ട് വീഡിയോ എടുക്കാനുള്ള പരിപാടിയായിരുന്നു. ഇതെന്തിനാണ് ഈ പ്രഹസനം നിങ്ങൾ മനസ്സിലാവണ്ടേ? ചേട്ടൻ കുറച്ചും കൂടെ ഫ്രണ്ടിക്ക് നീങ്ങി കഴിഞ്ഞാൽ മനസ്സിലാവും. അവിടെ ആകെ മെറ്റലാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പോലെ വണ്ടിയൊക്കെ സ്കിഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവനും കൂടി ആപത്താണ്. ഇതിനേക്കാൾ ഭേദം കുഴി അങ്ങനെ തന്നെ കിടക്കുകയാണ്. നമുക്കറിയാം ഇവിടെ ഒരു കുഴിയുണ്ട്. അതുകൊണ്ട് നമുക്ക് മാത്രമല്ല, വണ്ടി ഓടിക്കുന്ന ആളുകളും കാറും ബസ്സൊക്കെ അങ്ങനെ തന്നെ പൊക്കോടും. പക്ഷേ ഇതിപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഴി അടച്ച് എന്നതിൽ എല്ലാവരും വരെയും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. എന്തിനാണ് ഇത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. ചോദിക്കണമെന്നുണ്ട്, ഇത് എന്തൊക്കെയാണ് ചേർത്തിട്ടില്ലെന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടുത്തെ മണ്ണും മറ്റും കൊണ്ടിട്ട് എങ്ങനെ ഇത് കവർ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ നല്ല ഡൗട്ടും ഉണ്ട്. ഈ കുഴിയടക്കൽ എങ്ങനെയുണ്ട്? ഈ കുഴിയടക്കൽ ഇതിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും. അതിൽ ഒട്ടും തന്നെ ടാറോ മറ്റോ ഒന്നും തന്നെ ഇല്ല. കുഴി അടച്ചു കഴിഞ്ഞാൽ അല്ല, ഇതിലിങ്ങനെ മണ്ണും ഇതും ഇട്ട് കഴിഞ്ഞാൽ മഴയത്ത് ഒലിച്ചു പോവല്ലേ? അല്ല ചേട്ടാ, ഇത് സെറ്റായി കിടക്കും ഇപ്പൊ താൽക്കാലികമായിട്ട് മഴയത്ത്. അല്ലാതെ നമുക്ക് ടാർ ചെയ്യാൻ പറ്റില്ലല്ലോ. ടാറിങ് അല്ല, ഇതിപ്പോ വെറ്റിമിസ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ ആയിട്ടുള്ള അത് ഇങ്ങനെ അമർന്ന് കിടക്കും. ഡേഞ്ചർ, ബൈക്കുകാരൊന്നും വിടാതിരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുകയാണ്. ഇപ്പൊ മണ്ണൊക്കെ ഒലിച്ചു പോകാനുള്ള ഈ മഴ അത് തെറിച്ചു പോവില്ല. ആ കല്ല് അവിടെ സെറ്റായി കിടക്കും. എന്റെ കൂടെ വന്ന് ഞാൻ കാണിച്ചു തരാം. ചേട്ടൻ മണ്ണ് ഒലിച്ചു പോകും പറയുന്നതൊക്കെ ചേട്ടാ, എന്തായാലും മഴയത്ത് വെള്ളം ഒലിച്ചു പോവില്ലേ? ഒരു കൊല്ലായിട്ട് റോഡ് ഇങ്ങനെയാ. ഇത് ഇന്നൊന്നും തുടങ്ങിയുള്ള കുഴിയല്ല. കുഴി അടച്ചിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. ഒരു കൊല്ലായിട്ടത് ഇങ്ങനെ. ഇതിന് മുമ്പ് സമയം ഉണ്ടായിരുന്നില്ല അവർക്ക് അടയ്ക്കാൻ. ഈ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനെന്നല്ല ഇതിനെ പറയാ. ശരിക്കും ആളുകളുടെ മുഖത്ത് ചെളി വാരി തേക്കുക എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അത്രത്തോളം ആളുകളെ പരിഹസിക്കുന്ന രീതിക്കാണ് ഇവിടെ ഈ പ്രഹസനമെല്ലാം തന്നെ നടക്കുന്നത്. 26-ാം തീയതി മുതൽ ഈ റൂട്ടിൽ ബസ് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ ഈ കുഴി നിറഞ്ഞ റോഡിലൂടെ പോകാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അത്തരത്തിൽ ഈ ബസ് സമരമെല്ലാം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നലെയെല്ലാം തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധം കണ്ടു. മുഖ്യമന്ത്രി വഴിമാറിപ്പോയ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ ഒരു കുഴിയടക്കൽ പ്രഹസനം നടക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും ഇപ്പോഴും ഈ ഭാഗത്ത് ഈ മഴയെല്ലാം, ശക്തമായ മഴ ഇപ്പോഴാണ് ഒഴിഞ്ഞത്. ഇപ്പോഴും ഇവിടെ കുഴിയടക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നേരത്തെ അവർ കുഴി അടച്ചു പോയ ഒരു സ്ഥലമാണ്. ഇവിടെ കിടക്കുന്ന വെള്ളം, തൊട്ടടുത്ത് തന്നെ വെള്ളം കിടക്കുന്നുണ്ട്. അതിൽ തന്നെ ആ വെള്ളം തന്നെ കലങ്ങി ഈ മണ്ണിൽ ഒലിച്ച് ആ വെള്ളത്തിലേക്ക് തന്നെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. അതിന് സമാനമായി തന്നെയാണ് അപ്പുറത്തെല്ലാം തന്നെ. ഇപ്പോഴും ഇതൊരു മഴക്കാലമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ജോലി ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഈ ജോലി ഏൽപ്പിച്ചവർക്കും കൃത്യമായി അത് അറിയാത്തവരുമല്ല. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. ഈ ഗതികേടോർത്ത് നമ്മൾക്ക് സഹതപിക്കുക മാത്രമേ വഴിയുള്ളൂ. എന്തായാലും ഇത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഇത് തൃശ്ശൂരിലെ ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കുണ്ടും കുഴിയുമാണ്. റോഡ് ഏതാ തോടേതാ എന്ന് അറിയാൻ കഴിയാത്ത സ്ഥിതിയാണ്. എല്ലാ ശരാശരി മലയാളികളും ദിവസം തോറും ഇത് അനുഭവിക്കുന്ന ഒരു വിഷയം കൂടിയായതുകൊണ്ട് നമുക്ക് വിശകലനങ്ങളിലേക്ക് പോകാം. ഉപേന്ദ്രനാരായണൻ, റോഡ് സുരക്ഷാ വിദഗ്ധൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ ജയരാജ്, ഇടത് സഹയാത്രികൻ. സി ശ്രീകുമാർ, കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ്, തൃശ്ശൂർകാരൻ കൂടിയാണ്. ശ്രീകുമാർ, താങ്കളും തന്നെ തുടങ്ങുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി റൂട്ട് മാറി കൂളായി ലൂസായി അങ്ങ് പോയി. കാരണം മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും ഒപ്പമുള്ള പരിവാരങ്ങൾക്കും അറിയാമായിരുന്നു ഈ കുന്നംകുളം തൃശ്ശൂർ റോഡ് അതിദയനീയ അവസ്ഥയിലാണ്. അങ്ങനെ അവിടെ നിന്നും മുഖ്യമന്ത്രി പോയി. പിന്നീട് ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ മുട്ടിങ്ങനെ വിറച്ചു, കിടുകിട ഓടി വന്ന് എല്ലാവരും കൂടി വന്നു. എടുത്ത പണിയെടുത്തു. രാവിലെ തൊട്ട് പണി തുടങ്ങി. പക്ഷേ എന്ത് പണിയാണ് എടുത്തത്? ലോകത്തിന് തന്നെ മാതൃകയായേക്കാവുന്ന പുതിയൊരു സാങ്കേതിക വിദ്യ ഒന്നുകൂടി പ്രകടിപ്പിച്ചു. കാരണം മഴവെള്ളക്കുഴിയിൽ കുറച്ച് ചെളി വാരിയിട്ടു. ആ രീതിയിലാണെന്ന് പണി പൂർത്തിയാക്കി സന്തോഷത്തോടു കൂടി ഉദ്യോഗസ്ഥരൊക്കെ മടങ്ങിപ്പോയത്. ഇതാരെ പരിഹസിക്കുകയായിരുന്നു ശ്രീകുമാർ? കാരണം അവിടുത്തെ അവസ്ഥ, ആ നാട്ടിലെ അവസ്ഥ, ഈ കുഴിയൊക്കെ ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ ഇടിഞ്ഞു താണുണ്ടായ ഒരു പ്രതിഭാസമൊന്നുമല്ല. മണ്ണും കിണറുമൊക്കെ ഇടിഞ്ഞു താഴാറുണ്ടല്ലോ പലപ്പോഴൊക്കെ. അതുപോലെയുള്ള പ്രതിഭാസമൊന്നുമല്ല നമ്മൾ തൃശ്ശൂരിൽ കണ്ടത്. അപ്പോൾ എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? എന്തായിരുന്നു ഈ കാട്ടിക്കൂട്ടിയത് ശ്രീകുമാർ?
നേരത്തെ നിങ്ങൾ റിപ്പോർട്ടർ സൂചിപ്പിച്ചതുപോലെ ഇത് ആരുടെയും കണ്ണിൽ പൊടിയിടാനുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞ് ലഘൂകരിക്കാൻ സാധിക്കില്ല. ഇത് പൊതുജനത്തിൻ്റെ മുഖത്ത് ചളിവാരി എറിയലാണ് ഈ പ്രക്രിയയിലൂടെ നടന്നത്. അത് നിങ്ങളുടെ റിപ്പോർട്ടർ പറഞ്ഞ വാചകം തന്നെ കടമെടുത്ത് പറയുകയാണ്. സത്യത്തിൽ ഈ ഭാഗം, ഈ റോഡിൻ്റെ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. പൂങ്കുന്നം മുതൽ അക്കിക്കാവ് വരെയുള്ള റോഡിനകത്ത്, അല്ലെങ്കിൽ പൂങ്കുന്നം മുതൽ കുറ്റിപ്പുറം വരെയുള്ള റോഡിനകത്ത് യാതൊരു പ്രവർത്തനവും നടക്കാത്തൊരു മേഖലയാണ് മഴുവഞ്ചേരി കൈപ്പറമ്പ് പഞ്ചായത്തിൻ്റെ അതിർത്തിയായ ചൂണ്ടൽ പഞ്ചായത്ത് അതിർത്തി പങ്കെടുക്കുന്ന മഴുവഞ്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള മേഖല. അതായത് ഇത് കേവലം ചൂണ്ടൽ പഞ്ചായത്തിൽ മാത്രമാണ് ഈ കുന്നംകുളം വരെയുള്ള റോഡിൻ്റെ ദൂരം പരിശോധിച്ച് കഴിഞ്ഞാൽ 3 അസംബ്ലിയിലായിട്ട് കിടക്കുന്നുണ്ടായിരിക്കുക. പുഴയ്ക്കപ്പാടം തൊട്ട് പിടിച്ചാൽ 3 അസംബ്ലി, വടക്കാഞ്ചേരി, മണലൂർ, കുന്നംകുളം. അതിൽ മണലൂർ അസംബ്ലി നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഭാഗത്തു മാത്രമാണ് നാളിതുവരെയായിട്ടും ഒരു പണിയും നടക്കാത്തത്. ഇനി നമ്മൾ ഇന്നത്തെ ചർച്ചാ വിഷയമായ കുഴി അടയ്ക്കൽ പ്രഹസനം. ഈ കുഴി ഇന്നും ഇന്നലെയും ഉണ്ടായതല്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ ഏകദേശം ഒരു പതിറ്റാണ്ടോളമായി ഈ റോഡിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അക്കാലത്തും ഒന്നൊന്നും ഇവിടെ മറ്റ് പ്രദേശത്ത് റോഡ് പണി നടക്കുമ്പോൾ ഈ പ്രദേശത്ത് ഒരു പ്രവർത്തനവും നടക്കില്ല. നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, മഴുവഞ്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള സ്ഥലത്ത് 4 വരി പാതയില്ല, 2 വരി പാതയാണ്. അവിടെ റോഡ് വീതി കൂട്ടാൻ വേണ്ടി ഒരു പ്രക്രിയയും നടത്തിയില്ല. തെളിവാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ ഇത് വലിയ പ്രഹസനമാണ്. വേനൽ മഴയും അതുപോലെ തന്നെ മൺസൂണും വരുന്ന സമയം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വളരെ കൃത്യമായി സൂചിപ്പിച്ചതാണ്. വർഷങ്ങളായി ഇവിടെ കുഴിയായി കിടക്കുന്ന റോഡിലേക്ക് ഒരു മണിക്കല്ല് അവിടെ നിക്ഷേപിക്കാൻ, അല്ലെങ്കിൽ അവിടെ അതിൻ്റെ കുഴി അടയ്ക്കാൻ വേണ്ടി ഒരു മണിക്കല്ലുമായി KSTPയുടെയോ അല്ലെങ്കിൽ PWയുടെയോ വിങ്ങോ ആരും കടന്നു വന്നില്ല. അവസാനം കോഴിക്കോട് നിന്നും തൃശ്ശൂരിലേക്ക് പോകുന്ന മുഖ്യമന്ത്രിക്ക് ഈ വഴി പോയാൽ തൻ്റെ പ്രായാധിക്യം കൊണ്ട് ഈ റോഡിലൂടെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നു മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം വഴിമാറ്റി യാത്ര ചെയ്തു. അപ്പോൾ ഭരണകൂടത്തിന് അറിയാത്ത വിഷയമല്ല. ഭരണകൂടത്തിന്, സംസ്ഥാന ഭരണകൂടത്തിന്റെ തലവനായ പലപ്പോഴായി ഇതിന്റെ ഒന്ന് ബാക്കിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്നലെ വരെ ഇനി അത് അതിന്റെ കൂടുതൽ അനുഭവിക്കുകയുള്ളൂ. കാരണം ആ രീതിയിലാണ് അവിടെ പരുവപ്പെടുത്തിയിരിക്കുന്നത്, പാച്ച് വർക്ക് നടത്തിയിരിക്കുന്നത്. കാരണം ഗർഭിണികളായ സ്ത്രീകൾ, ആശുപത്രിയിലേക്ക് പോകുന്ന ആളുകൾ, നടുവയ്യാത്ത ആളുകൾ, അങ്ങനെ ദുരിതം പേറുന്ന ഒരുപാട് പേർ, ഇരുചക്രവാഹന യാത്രികരെയൊക്കെ സംബന്ധിച്ചോളം നമ്മൾ നമിക്കണം. വീട്ടിലിരിക്കുന്ന ആളുകളുടെ പ്രാർത്ഥന കൊണ്ട് മാത്രം വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് എന്ന് വേണം നമ്മൾ പറയാൻ. ആ നിലയ്ക്കുള്ള ഈ റോഡിൽ മുഖ്യമന്ത്രിക്ക് അവിടേക്ക് വരാൻ ഭയമാണ്. മുഖ്യമന്ത്രി ശാരീരികാവസ്ഥ നോക്കുന്നു. ഇതൊക്കെ നേരത്തെ തന്നെ ബന്ധപ്പെട്ട അധികാരികളെ, PWയുടെയൊക്കെ ശ്രദ്ധയിൽ നിങ്ങൾ പെടുത്തിയിരുന്നു. സംസ്ഥാനത്തൊരു വകുപ്പ് മന്ത്രി, പ്രബലനായ ഒരു വകുപ്പ് മന്ത്രി PWDക്ക് ഉണ്ടല്ലോ, അദ്ദേഹത്തിനുമൊക്കെ ഇത് അറിവുള്ളതാണോ, അതോ അദ്ദേഹമൊന്നും ഇതുവഴി സഞ്ചരിച്ചിട്ടില്ലാത്ത കാര്യമാണോ? എന്താണ് നിങ്ങൾ ജനശ്രദ്ധയിലേക്ക്, അധികാരികളുടെ ഭാഗത്തേക്ക് ഇത് എങ്ങനെ എത്തിച്ചു? പ്രജീഷ്, ഒട്ടനവധി സമരങ്ങൾ നടന്ന സ്ഥലമാണിത്. ഒരു പ്രാദേശിക പത്രലേഖകൻ 101 ദിവസം തുടർച്ചയായി ഈ റോഡിൽ അപകടമുണ്ടായതിന് റിപ്പോർട്ട് ചെയ്തതിൻ്റെ ഭാഗമായി ആ പ്രാദേശിക പത്രലേഖകന് അവാർഡ് വരെ കൊടുത്ത റോഡിൻ്റെ വിഷയമാണിത്. ഇത് അധികാരികൾ അറിയാത്ത വിഷയമല്ല. നിങ്ങൾ അറിയേണ്ടത്, കേച്ചേരിയിൽ നിന്നും ചൂണ്ടലേക്ക് ഒരു ഓട്ടോറിക്ഷ വിളിച്ചു പോകുന്നവന്, സാധാരണക്കാരൻ ചൂണ്ടൽ ആശുപത്രിയിലേക്കോ ചൂണ്ടൽ LIGHSലേക്കോ പോകുന്ന ഒരാൾ 3.5 കിലോമീറ്ററാണ് യാത്ര ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോൾ അത് തൂവാനിൽ നിന്നും ഇടതോട്ട് തിരിഞ്ഞ് 4.5 കിലോമീറ്ററിലേക്ക് പോകുന്നു. അതും കഴിഞ്ഞില്ലേ, അത് ഓട്ടോറിക്ഷയേക്കാൾ കുറച്ച് വലിയ വണ്ടിയാണെങ്കിൽ, ടാക്സി വിളിക്കുന്നുവെങ്കിൽ അത് 6 കിലോമീറ്റർ വളഞ്ഞാണ് ചൂണ്ടൽ ഹോസ്പിറ്റലിലേക്ക് രോഗിയെ കൊണ്ടുപോകുന്ന ആംബുലൻസ് അടക്കം പോകുന്നത്. ഇത് ആരും അറിയാത്തതല്ല. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണലൂരിൻ്റെ MLA അടക്കമുള്ള ആളുകൾ വളരെ നിസ്സംഗഭാവത്തോടെ ഈ പ്രദേശം അവഗണിച്ചുപോയി. എത്രയോ സ്ഥലങ്ങളിൽ കോൺക്രീറ്റിംഗ് നിവർത്തിയുള്ള ശ്രീകുമാർ, ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ഈ ചർച്ച കണ്ടിരുന്ന ഒരു പ്രേക്ഷകൻ നമ്മുടെ യൂട്യൂബിൽ കുറിക്കുന്നു, അതായത് ഇത് ശശികുമാർ എന്ന പ്രേക്ഷകൻ, ന്യൂയോർക്ക് പോലെ അല്ലേ നമ്മുടെ റോഡുകളെന്ന്. ശ്രീ ഉപേന്ദ്ര നാരായണൻ, എനിക്ക് തോന്നുന്ന ഈ PWയുടെ എഞ്ചിനീയർമാരെ അടുത്ത ലോക കേരള സഭ പോലെയുള്ള വേദികൾ വരുമ്പോൾ വിളിച്ച് ആദരിക്കണം. എന്തെങ്കിലും പുരസ്കാരം നൽകുന്നത് നന്നായിരിക്കും. കാരണം ലോകത്തിന് മുന്നിൽ നമ്മളൊരു പുതിയ മാതൃക, ഈ മഴക്കാലത്ത് ഇങ്ങനെയും പാച്ച് വർക്ക് നടത്തി റോഡ് ശരിയാക്കാമെന്ന് കാണിച്ചു തന്ന ആ അഭിനവ ബുദ്ധിജീവികളായ നല്ല നമ്മുടെ ഈ PWയുടെ ഉദ്യോഗസ്ഥരെ അങ്ങനെ ആദരിക്കേണ്ട ഒരു ദിവസം കൂടി രേഖപ്പെടുത്തുകയാണ് കേരളത്തിൽ. കാരണം അത്രമേൽ നമ്മളെ
തലകുനിപ്പിക്കുന്ന, ലജ്ജിപ്പിക്കുന്ന ഒരു നടപടിയാണ്. നമ്മൾ ചിരിക്കുമ്പോഴും നമ്മുടെ അവിടെ അതുവഴി കടന്നു പോകുന്ന യാത്രികരുടെ നെഞ്ചിൽ ആധിയാണ്. ഇവരെന്താണ് ചെയ്യുന്നത്? കാരണം ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഒരു മുഖ്യമന്ത്രിയോ അല്ലെ VIP മാത്രം അവരറിഞ്ഞാൽ രാവിലെ ഉണർന്നങ്ങ് എഴുന്നേൽക്കുന്നു, പെട്ടെന്ന് ഒരു വിഭ്രാന്തി വരുന്നു, മുട്ടിടിക്കുന്നു, ഓടുന്നു. അപ്പോൾ ഈ ബാക്കിയുള്ള ഇതുപോലെയുള്ള കുഴികൾ അങ്ങേക്കും അറിയാമല്ലോ കേരളത്തിൻ്റെ പൊതുസ്ഥിതി. അതൊക്കെ നോക്കുമ്പോൾ എങ്ങനെയാണ് മാറേണ്ടിയിരുന്നത്? ഇവർക്കൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഈ മഴക്കാലം, കാലവർഷമൊക്കെ അറിയാത്തവരല്ലല്ലോ, നേരത്തെ തന്നെ ഇത് സംഭവിക്കുമെന്ന് അറിയാവുന്നവരാണല്ലോ. അപ്പോൾ ഒരു ദീർഘവീക്ഷണത്തിൻ്റെ പ്രശ്നമാണോ? എവിടെയാണ് പിഴവ് വന്നിരിക്കുന്നത് ശ്രീ ഉപേന്ദ്രനാരായണൻ? കാതലായ പ്രശ്നമുണ്ട്. കാര്യം നമ്മുടെ റോഡുകൾ 4-5 മാസത്തിൽ കൂടുതലായിട്ട് നല്ല നിലയിൽ ഇല്ല. ഭൂരിഭാഗ സമയം ഏകദേശം 7 മാസവും റോഡ് കുണ്ടും കുഴിയും ഗർത്തങ്ങളായിട്ട് രൂപീകരിച്ച് കിടക്കുന്നത് 10-25 കൊല്ലമായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ദേഹാസ്വാസ്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് 10-25 കിലോമീറ്റർ മാറി സഞ്ചരിച്ചത്. അപ്പൊ ഞാൻ ഇപ്പൊ ഈ എഞ്ചിനീയർമാരെ അനുമോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ട്രാഫിക് സൈൻ ബോർഡുകൾ പലതരത്തിലുണ്ട്. അതിലൊരു പുതിയ സൈൻ ബോർഡ് ഈ PWD എഞ്ചിനീയർ സ്ഥാപിക്കണം. അത് നോ എൻട്രി ഫോർ ഫൈൽസ്, പ്രഗ്നന്റ് അല്ലെങ്കിൽ സർജറി ചെയ്ത ആൾക്കാര് ഞങ്ങളുടെ ഈ റോഡിൽ കൂടെ പോകരുത്, ടേക്ക് ഡൈവേർഷൻ എന്നൊരു സൈൻ ബോർഡും കൂടെ വെച്ചാൽ നന്നായിരിക്കും. അത്രത്തോളം നല്ലൊരു പ്രവൃത്തിയാണ് PWD എഞ്ചിനീയേഴ്സ് കാണിച്ചേക്കുന്നത്. ഇനി കാര്യത്തിലേക്ക് നടക്കാം. നമ്മുടെ റോഡുകൾ ശാശ്വതമായി നല്ല നിലയിൽ എത്തണമെങ്കിൽ മഴക്കാലത്തിന് മുമ്പ്, അതായത് മാർച്ച് മാസം തൊട്ട് നല്ല രീതിയിൽ പണിതാൽ, ഇപ്പൊ വെറ്റ് ടാറിങ് എന്ന മാതിരിയുള്ള ഒരുപാട് പുതിയ ടെക്നോളജി ഉണ്ട്. ആ ടെക്നോളജി ഉപയോഗിച്ചിട്ട് മിനിമം 10 കൊല്ലത്തേക്ക് പൊളിയാത്ത റോഡുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ, ഗോവയിലും മഹാരാഷ്ട്രയിലും മഴയുള്ള പല സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ട്. കേരളത്തിന് മാത്രം എല്ലാ കൊല്ലവും ഇതൊരു വാർത്തയാണ്. ഈ വാർത്ത എല്ലാ ചാനലുകളും ഏറ്റെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മാതൃഭൂമി കഴിഞ്ഞ കൊല്ലം ഏറ്റെടുക്കും. അപ്പൊ എനിക്ക് പറയാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ജനങ്ങളെ ദ്രോഹിക്കുകയാണ്. പാവപ്പെട്ട ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുക, അവരുടെ വാഹനങ്ങൾക്ക് തീരാനഷ്ടം ഉണ്ടാകുന്ന രീതിയിലുള്ള മെയിൻ്റനൻസ് വരിക, ഫ്യൂവൽ ആവറേജ്, അതേമാതിരി പ്രഷ്യസ് ടൈം, ഇതെല്ലാം വരുമ്പോഴും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് അറിഞ്ഞ ഒരു കാര്യം കൂടി ആയതുകൊണ്ട് എന്തുകൊണ്ട് PWD മന്ത്രി ഇടപെട്ടിട്ട് അടിയന്തരമായിട്ട് നാഷണൽ ഹൈവേ സ്റ്റാൻഡേർഡില് ഈ പോർട്ട് ഹോൾസ് ഫില്ല് ചെയ്ത് ഗതാഗത യോഗ്യമാക്കി കൂടാ. പിന്നെ ഇതൊരു തട്ടിപ്പിന്റെ കഥയാണ് എല്ലാ കൊല്ലവും നടക്കുന്നത്. ഈ സമയത്ത് ടെൻഡർ വിളിക്കില്ല. ടെൻഡർ വിളിക്കാതെ എമർജൻസി വർക്ക് എന്നുള്ള ഒരു ഓമന പേരില് കോൺട്രാക്ടർമാർക്ക് പൈസ കൊടുക്കുകയും നല്ലൊരു കമ്മീഷൻ എഞ്ചിനീയർമാർ അടിച്ചു മാറ്റാവുന്ന രീതിയിലാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാലത്തും മഴക്കാലത്ത് നമ്മുടെ റോഡുകൾ നല്ല രീതിയിലാകില്ല എന്നുള്ളത് എനിക്കറിയാം. പിന്നെ അടുത്ത സംഭവം എന്ന് പറയുന്നത്, നമ്മുടെ ഈ റോഡ് പണിയില് സൂപ്പർവൈസറി ലാപ്സസ് ഉണ്ട്. ഇപ്പൊ ഒരു റോഡ് പൊളിയാൻ സാധ്യതയുണ്ടെന്നുള്ളത് മഴക്കാലത്തിന് മുമ്പേ തന്നെ അവർക്കറിയാം. അപ്പോ ഇതൊക്കെ തടയേണ്ടത് ആരാണ്? ഈ നാട്ടിലെ ടാക്സ് അടയ്ക്കുന്ന ജനങ്ങൾ. അവരുടെ ദുരിതം ആരാണ് അറിയുന്നത്? എല്ലാ കൊല്ലവും 5 മാസം 4 മാസത്തിൽ കൂടുതൽ നല്ല നിലയിൽ നമുക്ക് വാഹനം ഓടിക്കാൻ പറ്റില്ല. ബാക്കി വരുന്ന 7 മാസവും കുണ്ടും കുഴിയായിട്ട് കിടക്കുകയാണ്. അപ്പോ ദയവ് ചെയ്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പണിയുന്ന പണി നല്ല ക്വാളിറ്റിയിൽ പണിയുക. അതിനൊരു ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട PWD മന്ത്രി എഞ്ചിനീയർമാർക്ക് കൊടുക്കുക. എഞ്ചിനീയർമാര് പ്രോപ്പറായിട്ട് സൂപ്പർവൈസ് ചെയ്യുക. കരാറുകാരുടെ അവരുടെ പണം കിട്ടാതെ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ഉള്ള പണം കൊണ്ട് കടം മേടിച്ചിട്ട് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി. ഉപേന്ദ്രനാഥൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട പോയിട്ടുണ്ട്. കരാറുകാർക്ക് നൽകാറുന്ന പണം, അവർക്ക് വെച്ചിരിക്കുന്ന നൽകാറുന്ന പണത്തിന്റെ പരിധി, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രീ ജയരാജ്, നോക്കൂ, മുഖ്യമന്ത്രിക്ക് വടക്കാഞ്ചേരി വഴി അങ്ങനെ ബൈപ്പാസ് അടിച്ച് പോകാം. ഒരു 4 അല്ലെങ്കിൽ 10-14 അധികമോ കിലോമീറ്റർ സഞ്ചരിച്ച് പോകാം. പക്ഷേ ഇതുവഴി ഓടുന്ന പാവങ്ങൾക്ക് ഇതുപോലെ ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല എന്ന് വീണ്ടും വീണ്ടും പറയുന്നത് കേരളത്തിലെ ഓരോ ഇടങ്ങളിലെയും റിപ്പോർട്ടുകൾ അത് ഒരുപാടുണ്ട്. മല പോലെയുണ്ട് പലയിടങ്ങളിലും ആളുകൾ, പാവപ്പെട്ടവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഒരുപാടുണ്ട്. ചക്രശാസ്ത്രം വലിച്ച് റോഡുകളിലൂടെ ഇരുചക്ര വാഹനങ്ങളിലും അല്ലാതെയും ഒക്കെ പോകുന്ന ദുരിതങ്ങൾ ഈ കേരള ഭൂമിയിൽ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. പക്ഷേ നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്, ഒരു മുഖ്യമന്ത്രിക്ക്
മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ഒരു മന്ത്രിമാർക്കോ ഒക്കെ ഉണ്ടാകുന്ന ഒരു അനുഭവം, ഒരു തട്ടുകേട് സംഭവിക്കുന്നു എന്ന് കാണുമ്പോൾ ഉണർന്നെഴുന്നേൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥ വൃന്ദം ഇന്നതാണ് കാട്ടിക്കൂട്ടിയത്. ഇതാണ് കേരളം കണ്ട വളരെ അങ്ങേയറ്റം ലജ്ജാകരമായ സംഭവം ഇന്ന് തൃശ്ശൂരിൽ നിന്നും കാണാനിടയായത്. എന്തുകൊണ്ടാണ് സ്ഥായിയായ പ്രശ്നങ്ങൾ പോലും തിരിച്ചടിയായി മാറിയതാണ് ഈ തിരഞ്ഞെടുപ്പിലെന്ന ബോധ്യം. കാരണം ഇതൊക്കെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. അത് ഉൾക്കാഴ്ച എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർക്കില്ലാതെ പോകുന്നു, ഈ സർക്കാരിനില്ലാതെ പോകുന്നു? അവിടെയൊക്കെ ഓരോ ജനപ്രതിനിധികളുണ്ടല്ലോ, അവർക്കൊന്നും ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ശ്രീ ജയരാജ്? ഇതിനകത്ത് 2-3 കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ഒന്നെന്ന് പറയുന്നത്, സമീപകാലത്തൊന്നും ഇല്ലാത്ത രീതിയിലുള്ള പ്രത്യേകതരം മഴയാണ് ഇപ്പൊ കേരളത്തിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രത്യേക സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് കൂമ്പാരമേഖങ്ങൾ വന്നിട്ട് അവിടെ ഫ്ലാറ്റ് ഫ്ലഡ്സ് ഉണ്ടാകുന്ന ഒരു സംവിധാനം. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ഏറ്റവും അടിസ്ഥാനമായി നോക്കേണ്ടത് വെള്ളത്തിനെ എങ്ങനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അതിന് പ്രോപ്പറായിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം വേണം, സമയബന്ധിതമായ പരിശോധനകൾ വേണം, ഗുണനിലവാരമുള്ള വസ്തുക്കൾ ഇതിനകത്ത് ഉപയോഗിക്കണം, പ്രോപ്പർ കോമ്പാക്ഷൻ വേണം, പിന്നെ വിള്ളലുകൾ ഉണ്ടായാൽ അടിയിലുള്ള അടരുകളിലേക്ക് വെള്ളം ഇറങ്ങാതിരിക്കാനുള്ള ഫില്ലിങ് വേണം, പിന്നെ ഇതിന്റെ സൂപ്പർവൈസറി വർക്ക്, അതായത് സമയബന്ധിതമായ സൂപ്പർവൈസറി വർക്കും റിപ്പയർ വർക്കുകളും കൃത്യമായിട്ട് ചെയ്യണം. ഈ 7-10 കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ കേരളത്തിലെ റോഡുകൾ, എല്ലാ റോഡുകളും, ഇപ്പൊ തൃശ്ശൂരിലെ ഇപ്പോ മുഖ്യമന്ത്രി മാറിപ്പോയത് കൊണ്ട് മാത്രമൊന്നുമല്ല, കേരളത്തിലെ ഒട്ടുമിക്ക റോഡുകളിലും മഴക്കാലത്ത് ഇത് തന്നെയാണ് അവസ്ഥ. ചില റോഡുകളുടെയൊക്കെ പണി നടക്കുന്നു നമുക്ക് പറയാമെങ്കിലും, ഉദാഹരണത്തിന് നാഷണൽ ഹൈവേയുടെ വർക്ക് നടക്കുന്നുണ്ട്, അവിടെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നെന്ന് നമുക്ക് പറയാം. ട്രിവാൻഡ്രത്ത് സ്മാർട്ട് സിറ്റിയുടെ പണി നടക്കുന്നുണ്ട്, അതുകൊണ്ട് സമയബന്ധമായി തീർക്കാത്തതുകൊണ്ടാണെന്ന് നമുക്ക് പറഞ്ഞു ഒഴിവാകാം. ഇതിനെല്ലാം ഉപരിയായിട്ട് വകുപ്പുകൾ തമ്മിലുള്ള ഒരു കോർഡിനേഷൻ, അതായത് അതാണ് താങ്കൾ പറഞ്ഞു വരുന്നത്, അതാണ് പോയിന്റ്. അത് ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് ശ്രീജര. വകുപ്പുകൾ തമ്മിൽ ഒരു ഏകോപനമില്ല, യോജിപ്പില്ല. ഞാൻ താങ്കൾ നേരത്തെ കുറെ കാരണങ്ങൾ പറഞ്ഞുവല്ലോ. ഇതൊക്കെ ആരാണ് ചെയ്യേണ്ടത്? എനിക്കോ ശ്രീ ഉപേന്ദ്രനാരായണനോ ശ്രീകുമാറിനോ അല്ലെങ്കിൽ താങ്കൾക്കോ ഇറങ്ങി ചെയ്യാൻ കഴിയില്ല. നമ്മൾ തീറ്റിപ്പോറ്റുന്ന, നമ്മളുടെ ശമ്പളത്തിൽ നിന്നും നികുതിയിൽ നിന്നും എടുത്ത് കൊടുക്കുന്ന ചില സംവിധാനങ്ങളുണ്ടല്ലോ, അവരിത് കൃത്യമായി ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ അവർ കൃത്യമായി ചെയ്യുന്നില്ല എന്ന് കണ്ടാൽ അവരെ ശാസിക്കേണ്ട, ഹുക്കിന് പിടിക്കേണ്ട ആളുകൾ, ജനപ്രതിനിധികൾ അവരെന്താണ് ചെയ്യുന്നത് അറിയുന്നത്. ഞാനതാ പറഞ്ഞത്, ഇത് ഒരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും ഒരു ഭൗമ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉണ്ടായ കുഴികളല്ല. ജയരാജ്, ഇന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ പലതരത്തിലുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ച് നോക്കി. നേരത്തെ ഉപേന്ദ്രൻ സാർ പറഞ്ഞാണ് പോലെ വെറ്റാറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്കല്ല. നമ്മൾ പലതരത്തിൽ ആദ്യമേ റബ്ബറൈസ്ഡ് റോഡുകൾ ട്രൈ ചെയ്ത് നോക്കി, പിന്നെ കോയർ മാറ്റ് വിരിച്ചിട്ട് അതിന്റെ പുറത്ത് മെറ്റൽ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ നിന്നുള്ള സീപ്പേജ് ഇത് ഭയങ്കരമായിട്ടുണ്ട്, മേളിൽ നിന്നുള്ളതുണ്ട്, അടിയിൽ നിന്നുള്ളതുണ്ട്, ഊറ്റെന്ന് പറയുള്ളൂ നമ്മുടെ ഗ്രാമീണ ഭാഷയിൽ. അപ്പൊ ഊറ്റി വരുന്ന റോഡുകള്, കേരളത്തിന്റെ ഒരു പ്രത്യേക ഘടന എങ്ങനെയാണ്, ഇത്രയധികം ജലാശയങ്ങളും ഇത്രയധികം തോടുകളും കായലും കടലും ഒക്കെ അടുത്ത് കിടക്കുന്നുണ്ട്. ഈ ഒരു വിഷയം കേരളത്തിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് അതികഠിനമായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിശക്തമായ മഴ ഒരു പ്രത്യേക സ്ഥലത്ത് കേന്ദ്രീകരിച്ച്, അപ്പൊ ഇതിനൊരു ഫ്ലോയിങ് ടൈം വേണം, വെള്ളത്തിന് ഒരു ഫ്ലോയിങ് ടൈം വേണം. ഡ്രെയിനേജുകളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടാലും ആ ഫ്ലോയിങ് തീർച്ചയായും നടപടിക്രമത്തിന്റെ ഭാഗമായി ശ്രീ ജയരാജ് സമ്മതിക്കാം. ഇന്നലെയുള്ള സംഭവം, ഉണ്ടായ സംഭവം ഒരു പക്ഷേ ഇപ്പോൾ ഇതിൽ ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ടായിരുന്നു. കാരണം ആ പ്രേക്ഷകൻ ഷാജഹാൻ MC എന്നൊരു പ്രേക്ഷകൻ പറയുന്നത്, മുഖ്യമന്ത്രി റൂട്ട് നിശ്ചയിക്കുന്നത് മുഖ്യമന്ത്രിക്കൊപ്പമുള്ള സെക്യൂരിറ്റി ഓഫീസർമാരാണ് എന്നറിഞ്ഞിട്ടും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ എന്ന് ചോദിക്കുന്നു. തീർച്ചയായും അത് തന്നെ മുഖവിലേക്ക് എടുക്കൂ എന്ന് വിചാരിക്കുക. തീർച്ചയായും സെക്യൂരിറ്റി ഓഫീസർമാരായിരിക്കും. അത്തരത്തിലുള്ള വഴികളിലൂടെ മുഖ്യമന്ത്രി സഞ്ചരിച്ചാൽ മുഖ്യമന്ത്രിയുടെ ക്ഷിപ്രകോപം ഇവർക്ക് ഏൽക്കേണ്ടി വരും. അത് ഒരു പ്രധാനപ്പെട്ട കാരണം. എന്തുകൊണ്ട് തൻ്റെ വഴിമാറി പോയി, ഇക്കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വലിയ വിമർശനങ്ങൾ വരുമ്പോൾ എന്താണ് ഈ റോഡിൻ്റെ അവസ്ഥ? മുഖ്യമന്ത്രിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് മറ്റ് ഒരുപാട് അങ്ങ് നീണ്ട് പോയി ചോദിക്കേണ്ടതില്ല. ഈ PW വകുപ്പിനെ കുറിച്ച്, ഈ മന്ത്രിയെക്കുറിച്ച് പെട്ടെന്ന് വിളിച്ച് അങ്ങനെയുള്ള അക്സസ് ഉള്ള ഒരു മന്ത്രിയാണ്. അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? ഇതിൽ നിന്നും ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ടോ? അതല്ല മുഖ്യമന്ത്രി ഒരു തെറ്റായ സന്ദേശം നൽകിയിട്ടുണ്ടോ? എന്താണ് ജയരാജന് അതിൽ നിന്നും തോന്നുന്നത്? തീർച്ചയായിട്ടും ഇതിനകത്ത് സെക്യൂരിറ്റി റീസൺസ് ആണ്. കാര്യം കരിക്കൊടി പ്രകടനങ്ങൾ ഒരു സൈഡിൽ നടക്കുന്നുണ്ട് KSന്റെ ഭാഗമായിട്ട്, +2 ഇതുമായിട്ട് സീറ്റുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അതുപോലുള്ള പല സെക്യൂരിറ്റി റീസൺ കഴിയായിരിക്കും മുഖ്യമന്ത്രി വഴി ഭാഗത്ത് പോയത്. അല്ലാതെ ഈ റോഡ് പൊളിഞ്ഞത് കൊണ്ട് വഴിമാറി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈവേയിലൂടെ തന്നെയാണല്ലോ മുഖ്യമന്ത്രി വരുന്നത്. അവിടെ ഇതിനേക്കാളും പരിതാപകരമായിട്ടുള്ള പല റോഡുകളും താണ്ടിയാണ് മുഖ്യമന്ത്രി തിരുവനന്തപുരം വരെ വരുന്നത്. തിരുവനന്തപുരത്ത് എത്തുമ്പോഴത്തേക്കും മുഖ്യമന്ത്രിക്ക് ആർക്ക് യാത്ര ചെയ്താലും അത് മനസ്സിലാവുന്നതാണ്. കാര്യം ഹൈവേയുടെ വർക്ക് നടക്കുന്നുണ്ട്, എല്ലാ സ്ഥലത്തും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്.
ശ്രീജയരാജ്, പക്ഷേ ആളുകൾ ഒരുപക്ഷെ ട്രോളുന്നതെന്ന് ഊരിപ്പിടിച്ച വാളിന്റെ ഇടയിലൂടെയും ഇന്ദ്രന്റെയും ചന്ദ്രന്റെയും ഒക്കെ കഥകളൊക്കെയാണ് വിമർശനങ്ങളായി സോഷ്യൽ മീഡിയയിലൊക്കെ ഉന്നയിക്കപ്പെടുന്നത് ഈ ഘട്ടത്തിൽ. അതുകൂടി ഞാൻ ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇതിനകത്ത് നിരന്തരമായിട്ട് ഒരാളെ കോർണർ ചെയ്തിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊരു എല്ലാ കാര്യത്തിനും ഒരു സാമാന്യ മര്യാദ വേണം. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. കാര്യം രാവിലെ എണീറ്റ് ചില ആളുകൾക്ക് ശരീരവേദനയാണെന്ന് പറഞ്ഞിട്ട് ക്രോസിനും പിന്നെ ഡോളൊക്കെ ചുമ്മാ വിഴുങ്ങുന്നതാണ് പോലെ ചില ആളുകൾക്ക് രാവിലെ എണീറ്റ് മുഖ്യമന്ത്രിയെ 2 ചീത്ത വിളിച്ചില്ലെങ്കിൽ, മുഖ്യമന്ത്രിയെ 2 തെള്ളു പറഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ സൂര്യന് താഴെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഇപ്പൊ നീറ്റ് പരീക്ഷ പേപ്പർ ചോർന്നു, ആ മുഖ്യമന്ത്രി രാജിവെക്കണം ഉടനെ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്കൂൾ അധ്യാപകരുടെ ചോദ്യപേപ്പർ തോന്നുന്നു ഉടനെ അതിന് മുഖ്യമന്ത്രി രാജിവെക്കണം. ഇങ്ങനെ എന്ത് പറഞ്ഞാലും മുഖ്യമന്ത്രിയെ കോർണർ ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു സംവിധാനമുണ്ട്, കേരളത്തിൽ സംവിധാനമുണ്ട്. അതൊരു ന്യായമായ രീതിയിലുള്ള ഒരു അറ്റാക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതൊരു പോസിറ്റീവ് ഗൈഡ് ലൈൻ അല്ല. ഒരാളെ തിരുത്താനായിട്ട് അനുവദിക്കുന്നത് ഇങ്ങനെ ആക്രമിച്ച് കൊല്ലുന്നത് വഴിയല്ല, വളഞ്ഞിട്ട് കടന്നാക്രമിക്കുന്ന വഴിയല്ല. 1 പോയിന്റ് അജണ്ട ആയിട്ടാണ് മുഖ്യധാര മാധ്യമങ്ങളൊക്കെ കുറെ നാളുകളായിട്ട് പെരുമാറുന്നത്. ഞാൻ മുഖ്യമന്ത്രി ഡിഫെൻഡ് ചെയ്യാനൊന്നും പറയുന്നൊന്നുമല്ല, പക്ഷെ ഇത് നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതാണ് നടക്കുന്നത്. ശരി, തീർച്ചയായും ഡോക്ടർ ജയരാജ്, തീർച്ചയായും അത് വ്യക്തം. എന്തായാലും ഞാൻ ചോദിച്ചു എന്ന് മാത്രം. കാരണം മുഖ്യമന്ത്രി ഇങ്ങനൊരു വളഞ്ഞൊരു വഴിയിലൂടെ എളുപ്പവഴി തേടുമ്പോൾ ചോദിക്കുന്നത്, ജനങ്ങൾ ചോദിക്കുകയാണ്, ജനപക്ഷത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ജനങ്ങൾ ചോദിക്കുന്നു, ഞങ്ങൾക്ക് എങ്ങനെ റൂട്ട് മാറ്റി പോകാൻ കഴിയും എന്നൊരു ചോദ്യം പ്രസക്തമല്ല. ഞാൻ ചെറിയൊരു ഇടവേള എടുത്ത ശേഷം അതിഥികളിലേക്ക് എത്താം. ചർച്ചയിലേക്ക് തിരികെ എത്താം. നമുക്ക് ശ്രീകുമാർ, ഈ റോഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ ഈ കരാറുകാർ, ഈ മഴ പെട്ടെന്ന് പെയ്യുന്നു, അവിടെ മണ്ണിളകി പോകുന്നു, എത്ര രീതിയിൽ നമ്മൾ അവിടെ അറ്റകുറ്റപ്പണികൾ നടത്തിയാലും ആ റോഡിൽ അത് പച്ച പിടിക്കാത്ത സ്ഥിതിയാണ്. അതുകൊണ്ട് കരാറുകാരെ കിട്ടാനില്ല എന്നൊരു പല്ലവി കേൾക്കുന്നുണ്ട്. അക്കാര്യത്തിൽ വാസ്തവമുണ്ടോ? ചെയ്തു കഴിഞ്ഞാൽ ചെയ്യാമായിരുന്നു, ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ. അതാണോ ഇവിടെ സംഭവിച്ചത്? അതിൻ്റെ പിഴവാണ് ഇവിടെ കണ്ടത്? പ്രജീഷ്, ഇതിനകത്ത് ഒരു കാര്യം താങ്കൾ പറഞ്ഞതിലേക്ക് വരാം. അതിന് മുന്നേ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. ഒന്ന്, ഉപേന്ദ്രനാരായൺ സാർ സൂചിപ്പിച്ചതുപോലെ വെറ്റ് ടാറിംഗ് എന്ന് പറയുന്ന നൂതന സാങ്കേതിക വിദ്യ 10 വർഷം ഗ്യാരണ്ടിയുള്ള വെറ്റ് ടാറിംഗ് അടക്കമുള്ള നൂതന സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്യാവുന്ന ഒരു റോഡ് വിഭാഗമുള്ള സംസ്ഥാനമാണിത്. രണ്ടാമതൊന്ന്, നമ്മുടെ ഡോക്ടർ ജയരാജ് സാർ പറഞ്ഞത്, ഇവർ രണ്ടുപേരും എവിടെയാണ് താമസം എന്ന് എനിക്കറിയില്ല. ഞാൻ ഈ കേച്ചേരി സ്വദേശിയാണ്. അതായത് ഈ കേച്ചേരി ചൂണ്ടൽ പഞ്ചായത്തിലെ ഹൃദയഭാഗമായ കേച്ചേരിയിലാണ് എൻ്റെ വീട്. എൻ്റെ നാട്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. മറ്റേ ഡോക്ടർ ജയരാജ് സാർ പറഞ്ഞതുപോലെ KSUകാരുടെ കരിങ്കൊടിയെ പേടിച്ചുകൊണ്ട് വഴിമാറിപ്പോയി എന്നാണ് പറഞ്ഞത്. എത്ര ലളിതമായൊരു പച്ചക്കള്ളമാണിത്. കേച്ചേരി സെൻറ്ററിൽ യൂത്ത് കോൺഗ്രസ് കരിങ്കൊടി കാട്ടി അതിനിടയിലൂടെ പോയ ആളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അതിനുശേഷവും അതിനു മുമ്പും ആ വഴി ഒരു കാലഘട്ടത്തിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചൂണ്ടൽ മുതൽ കേച്ചേരി വഴിയുള്ള പാത ഒഴിവാക്കിയിട്ടില്ല. റോഡിൽ വലിയ ഗർത്തങ്ങൾ വന്നപ്പോൾ ഒരു സമരത്തെയും എല്ലാ സമരങ്ങളെയും അവഗണിച്ചുകൊണ്ട്, നിങ്ങൾക്കറിയാമല്ലോ, പത്രപ്രവർത്തകരോട് പറയേണ്ടതില്ല, ആരൊക്കെ വന്നാലും ചെടിച്ചട്ടി കൊണ്ട് തൻ്റെ കൂടെ നിൽക്കുന്ന അംഗരക്ഷകൻ സമരഭടന്മാരെ തല്ലി തലപൊളിച്ച നാടാണിത്. അവിടെയാണ് പറയുന്നത് KSUകാരൻ്റെ കരിങ്കൊടിയെ പേടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വഴിമാറി എന്ന് പറയുന്നത് എത്ര വലിയ പച്ചക്കള്ളമാണിത്. ഇനി രണ്ടാമതൊന്ന്, അങ്ങ് പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. ഇത് ഇന്ന് ചെയ്യേണ്ട പ്രവൃത്തിയാണോ? നേരത്തെ ജയരാജ് സാർ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രത്യേക സ്ഥലത്ത് വലിയ രീതിയിൽ മഴ പെയ്തതിൻ്റെ ഭാഗമാണെന്ന്. മഴ പെയ്തിട്ട് ചെയ്ത പണി ഒലിച്ചുപോയെങ്കിൽ ജനം ഇങ്ങനെ വഴി പറയുമോ? പെരുമഴയത്ത് ചളിയും കല്ലും കൊടുന്നിട്ടപ്പോൾ മഴയത്ത് ഒലിച്ചുപോയതല്ലേ അത്? ഇട്ട കല്ലും മണ്ണും ഇട്ടതിന് ശേഷം മഴ പെയ്ത് ഒലിച്ചു പോയാൽ നമുക്കതിൻ്റെ പ്രവർത്തന സ്വഭാവം അറിയാം. നമുക്കതിന് ആരെങ്കിലും പഴി പറയുന്നെങ്കിൽ പഴി പറയാൻ വേണ്ടി നേരത്തെ ജയരാജ് സാർ പറഞ്ഞതുപോലെ രാവിലെ എഴുന്നേറ്റ് ഇടതുമുന്നണി സർക്കാരിനെതിരെ പഴി പറയാൻ വേണ്ടി പഴി പറയാണെന്ന് പറയാം. ഇത് പെരുമഴയത്ത്, ഞാൻ ഇന്നാർ റിപ്പയർ നടക്കുന്ന സ്ഥലത്തൂടെ കുന്നംകുളം കാർഷിക വികസന ബാങ്കിന്റെ ഡയറക്ട് ബോർഡ് യോഗത്തിലേക്ക് പങ്കെടുക്കാൻ ബസ് മാർഗം യാത്ര ചെയ്ത ആളാ. പെരുമഴയത്താണ് അവിടെ കൊടുന്നിടുന്നത്. പെട്ടി ഓട്ടോറിക്ഷ പോലെയുള്ള ചെറിയ ഓട്ടോറിക്ഷയ്ക്കകത്ത് കൊണ്ടുവന്ന് 2-3 മേസന്മാരിൽ നിന്ന് അവിടേക്ക് ഒരു ഷവൽ ഉപയോഗിച്ച് മണ്ണിടുന്നു, കൈക്കൊണ്ട് മണ്ണ് കോരിയിടുന്നു. അത് അടുത്ത മഴയ്ക്ക് ഒലിച്ചു പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, 2018 പ്രളയത്തിന് ശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം വിദേശത്ത് പോയി റൂം ഫോർ റിവർ, പുതിയ സാങ്കേതിക വിദ്യ, രാജ്യത്ത് വെള്ളം ഒഴുകി പോകാൻ, ജയരാജ് സാർ പറഞ്ഞ വിഷയത്തിലേക്കാണ് വരുന്നത്,
രാജ്യത്ത് പെയ്യുന്ന സംസ്ഥാനത്ത് പെയ്യുന്ന മഴവെള്ളം ആ പെയ്ത്തുവെള്ളം ഒഴുകിപ്പോകാൻ സമയക്ലിപ്തത തീരുമാനിക്കുകയും അത് ഒഴുകിപ്പോവാനുള്ള റൂം ഫോർ ടെക്നോളജി പഠിച്ചു വന്ന ഭരണാധികാരിയുള്ള സംസ്ഥാനമാണ്. അവിടെയാണ് ഈ വേനൽ മഴയും അതിനു മുമ്പ് പ്രവർത്തനം നടക്കുമ്പോൾ ഒരു പണിയും ചെയ്യാതെ ഈ വേനൽ മഴയും കഴിഞ്ഞ് മൺസൂണും വന്ന് ആ മൺസൂണിന്റെ പീക്ക് പോയിന്റ് സമയക്കുറവുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരുപാട് പഠനത്തിനും പഠിക്കാനുമായിട്ടൊക്കെ പോയിട്ടുണ്ട്. എന്ത് പഠിച്ചെന്നറിയില്ല. ലോകത്തിന് മുന്നിൽ പുതിയ കാഴ്ചയാണ്. നമ്മൾ ഈ ഐസ് കട്ടയിലൊക്കെ പെയിന്റ് അടിക്കുക എന്ന് പറയുമല്ലോ, അതുപോലെയുള്ള ഒരു പുതിയ പരീക്ഷണങ്ങൾ നമ്മുടെ ഈ കേരളത്തിലെ PWD ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ ഓരോ ദിവസവും ഓരോ ഉദാഹരണ സഹിതം ഇങ്ങനെ തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അവരെ ഓർത്ത് ഈ ഭരണകൂടത്തെ ഓർത്ത് നമുക്ക് ലജ്ജിക്കുകയല്ലാതെ മറ്റ് നിവൃത്തിയില്ല. ശ്രീ ഉപേന്ദ്ര നാരായണൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കരാറുകാരികൾക്ക് അവർക്ക് കൊടുക്കാനുള്ള പണത്തിൻ്റെ കാര്യം. അപ്പോൾ ഇതിലൊക്കെ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? കാരണം റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ താങ്കൾ നടത്തിയ പഠനങ്ങൾ ഒക്കെ സമർപ്പിച്ച അപേക്ഷകളൊക്കെ ഉണ്ട്. അതിലേറ്റവും പ്രധാനം ഇത്തരം റോഡുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ശോചനീയ അവസ്ഥ, അതൊക്കെ ദീർഘവീക്ഷണത്തോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതല്ലേ? ചെയ്യേണ്ടത് നമ്മുടെ PWD എഞ്ചിനീയേഴ്സ് ഈ പർട്ടിക്കുലർ ടെറൈൻ, അതായത് നമ്മുടെ കുന്നംകുളം ഈ കേച്ചേരി ആ റോഡ് ഒരു കേസ് സ്റ്റഡി ആയിട്ട് എടുക്കണം. എഞ്ചിനീയേഴ്സ് ആണല്ലോ, അവർക്ക് കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ എന്തുകൊണ്ട് ഇത് പൊളിയുന്നു, എത്ര നാൾ മുമ്പാണ് ഇത് റീടാർ ചെയ്തത് അല്ലെങ്കിൽ റീസർഫസ് ചെയ്തത്, ഇതിന്റെ സബ് ബേസ് എല്ലാം കറക്റ്റ് ആണോ? കാര്യം അവിടെ അധികം വെള്ളത്തിന്റെ മേലെ കൂടെ അല്ല, പാടത്തുകൂടെ അല്ല റോഡ് പണിതേക്കുന്നത്, അല്ല ഹാർഡ് സർഫേസ് ആണ്. അപ്പൊ എന്തുകൊണ്ട് പൊളിഞ്ഞു എന്നുള്ള ഒരു കേസ് സ്റ്റഡി നടത്തിക്കൊണ്ട് ഇനി അടുത്ത കൊല്ലത്തേക്കെങ്കിലും നമ്മൾ അതിന്റെ റോഡിന്റെ സബ് ബേസ് ശക്തീകരിച്ച് പിന്നെ അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള സബ് ബേസ് ഇടണം. അതേമാതിരി അതിന്റെ ബൈൻഡിങ്, അത് ഫൈനൽ കോട്ട്, ബൈൻഡിങ് കോട്ട്, അതിന്റെ പുറത്തുള്ളതെല്ലാം പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ട് അതിന്റെ ഏറ്റവും മുകളിൽ ചെയ്യേണ്ടതാണ് നമ്മുടെ മൈക്രോ സർഫേസിങ്. അതായത് നമ്മൾ ലാമിനേറ്റ് ചെയ്യുന്ന പോലെ ഒരു പേപ്പർ ലാമിനേറ്റ് ചെയ്താൽ എത്ര കൊല്ലം ഇരിക്കുമോ അതേപോലെ നമ്മൾ ദേശീയപാത എയർപോർട്ടിനടുത്ത്, അതായത് നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. 18 കൊല്ലം കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു കല്ലുപോലും ഇളകിയിട്ടില്ല. അതിന് പറയുന്നതാണ് മൈക്രോ സർഫേസിങ്. അത് വിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഡ്രോപ്പ് വെള്ളം പോലും ടാറിനകത്തേക്ക് ഇറങ്ങില്ല, റോഡ് പൊളിയില്ല. പക്ഷെ നമ്മുടെ എഞ്ചിനീയേഴ്സിന് വേണ്ടത് ഇടയ്ക്കിടയ്ക്കൊക്കെ റോഡ് പൊളിയണം. അപ്പൊ നമ്മൾ ജനങ്ങള് 3.5 കോടി ജനങ്ങളുടെ 3.25 കോടിയും പ്രതീക്ഷിക്കുന്നത് നല്ല റോഡുകൾ വേണം. കാര്യം കുട്ടികളെ സ്കൂളിൽ അയക്കണം, ജോലിക്ക് പോകണം, എല്ലാവർക്കും അവരുടെ സമയവും പണവും പ്രഷ്യസ് ആണ്. അതേസമയം ഈ റോഡൊന്ന് പൊളിഞ്ഞു കിട്ടണമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും കൂടിയുണ്ട്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന നമ്മൾ ടാക്സ് അടയ്ക്കുന്ന പൊതുജനമാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ റോഡ് ടാക്സ്. പക്ഷെ ഇത്രയും വലിയ റോഡ് ടാക്സ് മേടിച്ചിട്ട് റോഡിൽ 10 പൈസ ചെലവാക്കാതെ കുണ്ടും കുഴിയിലൂടെ നടുവൊടിഞ്ഞ് വാഹനങ്ങളുടെ നട്ടും ബോൾട്ടും ആക്സിൽ ഒടിഞ്ഞ് പോകുന്നത് നമ്മുടെ വികസനത്തിനെ പാരവെക്കുകയാണ്. കാര്യം നല്ല റോഡുകളാണ് വികസനത്തിന്റെ മുഖമുദ്ര. നമുക്ക് എവിടെയാണ് കേരളത്തിൽ നല്ല റോഡ്? ഇപ്പൊ ദേശീയപാതകളൊക്കെ ആ ടെക്നോളജി എഞ്ചിനീയർമാർക്ക്, കേരളത്തിലെ PWD എഞ്ചിനീയർമാർക്ക് അറിയാഞ്ഞിട്ടൊന്നുമില്ല, അവർക്കറിയാം. പക്ഷെ അവർക്ക് ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് വർക്ക് വരണം, അതിൽ നിന്ന് കമ്മീഷൻ മേടിക്കണം. ഐ എം സോറി ടു സേ, എല്ലാ എഞ്ചിനീയേഴ്സും അല്ല, ഭൂരിഭാഗവും അത് തന്നെയാണ്. അപ്പൊ അത് കോൺട്രാക്ടർമാർക്ക് ഇപ്പൊ വേണ്ട സമയത്ത് പൈസ കൊടുക്കാതിരിക്കുക, അവര് ചെയ്യിക്കാതിരിക്കുക, ഇതെല്ലാം കൂടി നമുക്ക് നാണക്കേടാണ്. നമ്മൾ ലോകത്തിന്റെ മുമ്പിൽ വിശ്വപൗരന്മാരായ മലയാളികൾ, മറ്റ് സംസ്ഥാനങ്ങളൊക്കെ നമ്മളെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞു. സമയക്കുറവുകൊണ്ടാണ് ഇടപെടേണ്ടി വരുന്നത്. ശ്രീ ജയരാജ്, അവസാനമായി, കാരണം ഇത് വലതുപക്ഷ മാധ്യമങ്ങളൊന്നും പടച്ചുവിടുന്നതല്ല, കാരണം ജനം അനുഭവിക്കുന്ന ദുരിതങ്ങൾ അതിന്റെ യാഥാർത്ഥ്യബോധത്തോടു കൂടി ദൃശ്യങ്ങളായി എത്തിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയും തിരുത്തേണ്ടതല്ലേ? ഇതിലൊക്കെ ദീർഘവീക്ഷണം വേണ്ടതല്ലേ? ജനങ്ങളുടെ ബുദ്ധിമുട്ട് അത് കാണേണ്ടതല്ലേ ശ്രീ ജയരാജ്? തീർച്ചയായിട്ടും ജനങ്ങളുടെ ബുദ്ധിമുട്ട്. കാര്യം ഇത്രയധികം റോഡ് ടാക്സ് ഒക്കെ മേടിച്ചിട്ട് ഇത്തരം ജനങ്ങൾക്ക് കട്ടായി, അതുകൊണ്ടാണ് ജയരാജിലേക്ക് പൂർത്തിയാക്കാൻ കഴിയാതെ പോയത്. വളരെ ശ്രീ ഉപേന്ദ്രനാരായണൻ, ഒപ്പം തന്നെ ശ്രീ ശ്രീകുമാർ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. ഇടവേളയ്ക്ക് ശേഷം തിരികെ.